കുട്ടികളെ ലഹരി മാഫിയകളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഓരോ ഇടവകകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്നും ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അതിരൂപതയുടെ 18ാമത് പാസ്റ്ററൽ കൗൺസിൽ യോഗത്തിന്റെ സമാപന സമ്മേളനം ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. കേരള സഭ ആഹ്വാനം ചെയ്ത സഭാ നവീകരണ ആചരണത്തിന്റെ ഭാഗമായി അതിരൂപതയിൽ 1000 ദിന കർമ്മ പദ്ധതികളും ആർച്ച് ബിഷപ്പ് പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ദുരിതത്തിലായ തീരദേശ ജനത ഒറ്റയ്ക്കല്ലെന്നും അവരുടെ അവകാശ സമരത്തിനൊപ്പം തലശ്ശേരി അതിരൂപതയും കേരളത്തിലെ പൊതുസമൂഹവും ഉണ്ടാകുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. വിഴിഞ്ഞം സമരം പരിഗണിക്കാത്ത സർക്കാർ നിലപാട് ക്രൂരമാണ്. കുട്ടികളെ ലഹരി മാഫിയകളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഓരോ ഇടവകകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. തലശ്ശേരി അതിരൂപതയുടെ 18ാമത് പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ പാംബ്ലാനി. കേരളസഭ ആഹ്വാനം ചെയ്ത സഭാ നവീകരണാചരണത്തിന്റെ ഭാഗമായി അതിരൂപതയിൽ 1000 ദിന കർമ്മ പദ്ധതികൾ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപിച്ചു. പാസ്റ്ററൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ പൗരോഹിത്യ രജത ജൂബിലിയും ആഘോഷിച്ചു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ, മോൺസിഞ്ഞോർ ജോസഫ് ഒറ്റപ്ലാക്കൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി, മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ, പ്രൊക്യൂറേറ്റർ ഫാദർ ജോസഫ് കാക്കരമറ്റത്തിൽ, ബെന്നി പുത്തന്നട, ബാബു പാലാട്ടിക്കുനത്താൻ എന്നിവർ വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കു നേതൃത്വം നൽകി. ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോർജ് തയ്യൽ, ഡോക്ടർ MJ മാത്യു മണ്ഡപത്തിൽ, ബെന്നി നെട്ടനാനി, മാർട്ടിൻ തോമാപുരം, അമൽ സിജോ അമ്പാട്ട് തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. ഷിഗ്യാന ന്യൂസ്, കണ്ണൂർ.